എക്സൽ മീഡിയയുടെ ഫേസ് ടു ഫേസ് എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നാളുകളിൽ തീർച്ചയായിട്ടും ഒത്തിരി ആളുകളെ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് എക്സൽ ദൈവേഡ് എന്ന പ്രോഗ്രാമിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു കുടുംബത്തോടൊപ്പമാണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് എക്സൽ ദൈവേഡിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാണ്. പ്രിയ ബ്രദർ ബിനു ബേബി, പ്രിയ അച്ഛൻ്റെ കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ദൈവേഡ് എന്ന പ്രോഗ്രാമിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ വാക്യങ്ങൾ പഠിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. ഈ എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടുന്നത് ദൈവേഡിൽ വളരെ മനോഹരമായി വാക്യം നമ്മളെ പരിചയപ്പെടുത്തിയ വാക്യം നന്നായി പഠിച്ച പ്രിയ ഐറിൻ മോളെയാണ്. ഐറിൻ മോളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ അറിയാതിരിക്കാം, യൂട്യൂബിൽ നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് പ്രിയ ഐറിൻ മോളുടെ ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ആ ഫാമിലി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രിയ ബിനിച്ചാനോട് നമ്മൾ ഒന്ന് അവരുടെ കുടുംബത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാണ്. തുടർന്ന് അവരിൽ നിന്ന് നമുക്ക് കേൾക്കാം അവരെ എവിടെയായിരുന്നു, അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുള്ളൊരു സമയമാണ്. തുടർന്ന് നമ്മുടെ പ്രിയ ബിനിച്ചാനിലേക്ക് പോകുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയ എക്സൽ മീഡിയയുടെ എല്ലാ പ്രവർത്തകരും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ബിനു. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ഇടപ്പോണാണ്. പന്തളമാവേലിക്കർ റൂട്ട് ഇടപ്പോൺ ദേശത്താണ്. എൻ്റെ വൈഫിൻ്റെ പേര് ജെസി ബിനു. എൻ്റെ മൂത്ത മോളാണ് ഐറിൻ മെറിയ ബിനു. എൻ്റെ രണ്ടാമത്തെ മോളെ അയോണ മെറിയ ബിനു. മൂന്നാമത്തെ ആൾ ഇവാന മെറിയ ബിനു. ഞങ്ങൾ 15 വർഷമായിട്ട് സൗദി അറേബ്യയുടെ പ്രദേശത്തായിരുന്നു. അവിടുത്തെ സുവിശേഷ വേലയുമായിട്ടും ഒക്കെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. സൗദി അറേബ്യയെ സംബന്ധിച്ചോളം ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന സുവിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിരാവിലെ ഞങ്ങൾ കടന്നുപോയി ബാച്ചിലേഴ്സ് ഭവനം കൂട്ടുകാരെ കൊണ്ടുവന്ന് ഞങ്ങളോടൊന്നിച്ച് ആരാധിക്കുക. അങ്ങനെ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയ്ക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് സൗദിയുടെ സംബന്ധിച്ച്. ഞങ്ങൾ അവിടുന്ന് വിട്ടു പോന്നപ്പോൾ ഞങ്ങൾക്കിപ്പം ഫീൽ ചെയ്യുന്ന അവിടുത്തെ ആരാധനയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകളാണ് അവിടെ നടക്കുന്ന എല്ലാ സഭകളിലും. അവിടെ നമുക്ക് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ല എങ്കിലും അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം, ഒരു ആരാധന വളരെ അനുഗ്രഹം. അനേക ആത്മാക്കളെ നേടുവാൻ അവിടുത്തെ ദൈവസഭകൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഞാനൊരു മർത്തോമ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ കടന്നു വന്നതാണ്. അതിൻ്റെ മുഖാന്തര പകൻ്റെ മാതാവാണ്. ചെറുപ്പം മുതൽ സൺഡേ സ്കൂളിൽ കടന്നു പോകുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനും ഒക്കെ എനിക്ക് സാഹചര്യം ഒരുക്കി. അതുകൂടാതെ എൻ്റെ മാതാവിൻ്റെ ഭവനം ബന്ധുക്കോസ് കുടുംബമാണ്. ഇന്ന് ചർച്ചകോടിലൊക്കെ വളരെ നിൽക്കുന്ന ആ കുടുംബത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കണ്ടപ്പോൾ ദൈവസഭയിലേക്ക് കടന്നു വരുന്നതിനും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിനും സ്നാനപ്പെടുന്നതൊക്കെയും എൻ്റെ ജീവിതത്തിടെ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യപദവിയാണ്. അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. എനിക്ക് തലമുറകളൊക്കെ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നത് ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. അതാ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൽ ദൈവേഡ് പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു. എങ്ങനെയാണ്, ഏത് നിലയിലാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ അറിയാനിടയായത്? ആക്ച്വലി ഇത് അറിയാൻ സാധിച്ച എൻ്റെ പെങ്ങള് ദുബായുടെ പ്രദേശത്ത് അവരുടെ മക്കള് ആരോ കൊടുത്ത ഒരു നമ്പറിൽ എന്നെ വിളിച്ച് പറഞ്ഞ, ബിനിച്ച ഇങ്ങനൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ നമ്മുടെ ഇന്നത് നമുക്കിങ്ങനെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണ്. പെട്ടെന്ന് അതിൽ ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയും അന്നന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന വാക്യങ്ങൾ അന്ന് കുഞ്ഞുങ്ങൾ ഞങ്ങൾ രാത്രിയിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ ഒരു 15 വാക്യങ്ങളാകുമ്പോൾ ഞങ്ങൾ ആ 15 വാക്യങ്ങൾ കാണാതെ പറയിപ്പിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ മുൻപോട്ട് അവരെ ബുക്കുകളിൽ എഴുതി വെക്കും. ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കും ഓരോ കുഞ്ഞുങ്ങളെ. പക്ഷേ ഇത് ഐറിന് അത് ഫുള്ള് പറയുവാൻ സാധിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ആൻറ്റി, പ്രിയ ഐറിൻ മോള് ഈ വാക്യം പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പം ഈ ഐറിൻ മോള് വചനം പഠിക്കാൻ തുടങ്ങി. വാക്യങ്ങൾ ദൈവേഡ് എന്ന പ്രൊജക്റ്റിലൂടെ വാക്യം പഠിക്കാൻ തുടങ്ങി. അപ്പം ഇവർക്കുണ്ടായ മാറ്റം എങ്ങനെയൊക്കെ ഇവരുടെ ജീവിതത്തിൽ സ്പിരിച്വലി ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഈ ദൈവേഡ് പ്രൊജക്റ്റിൽ ഐറിൻ മോള് ജോയിൻ ചെയ്തപ്പോൾ ആൻറ്റിക്ക് പറയാനുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ്?
എനിക്ക് പറയാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ബൈബിൾ വാക്യങ്ങൾ പഠിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അത് ഒരു അനുഗ്രഹമാണ്. കാരണം ഇക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഈ ഫെസിലിറ്റീസൊക്കെ കൂടുതൽ വന്നപ്പോൾ അവർക്ക് അതിനുള്ള ടൈമില്ല ദൈവവചനം പഠിക്കുന്നതിന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഞങ്ങളുടെ വീട്ടിലത് സ്ട്രിക്റ്റ് ആയിരുന്നു ദൈവവചനം പഠിക്കണമെന്നുള്ളത്. കാരണം ഞാൻ ജനിച്ചു വളർന്നത്, ഞാനൊരു പാസ്റ്ററിൻ്റെ മോളാണ്. ഞാൻ ജനിച്ചത് മുതലേ പെന്തക്കോസിൽ തന്നെയാണ്. IPCയിലെ ഒരു പാസ്റ്ററാണ് എൻ്റെ പിതാവ്. 50 വർഷത്തോളമായി. അന്ന് മുതൽ ഞാൻ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പാഴ്സനേജുകളിലാണ് ഞങ്ങൾ വളർന്നത്. അപ്പം ആ ഒരു രീതിയിൽ എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ദൈവവചനം കൂടുതൽ പഠിപ്പിച്ചു. കാരണം സ്കൂളിൽ പഠിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിഫർ ചെയ്യുന്നത് ദൈവവചനം പഠിക്കണമെന്നായിരുന്നു. കാരണം ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള എല്ലാത്തിലും നല്ല ബുദ്ധി കിട്ടും. അതാണ് ദൈവവചനം പറയുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടെന്നാണ്. അപ്പം ആ ഒരു രീതിയിലാണ് ഞങ്ങളെ പഠിപ്പിച്ച് വളർത്തിയത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ആ ഒരു ലെവലിൽ വരണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഐറിൻ പഠിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, വളരെ അനുഗ്രഹമുണ്ട്. കാരണം മറ്റു 2 പേരും പഠിച്ചു. അവരും 150 വാക്യവും പഠിച്ചു. പക്ഷേ അവർക്ക് ആ റെഫറൻസ് മറന്നു പോകുന്നവർ ഇടയ്ക്ക്. എന്നാലും ഞങ്ങൾ എന്നും പറയിപ്പിക്കുന്നുണ്ട്. കുറച്ച് അവർ അത്രത്തോളം കോൺഫിഡൻസ് അല്ലായിരുന്നു പറയാനായിട്ട്. ഐറിൻ മാത്രം അത്രയും കോൺഫിഡൻസ് ആയിട്ട് അവൾക്ക് പറയാൻ കഴിഞ്ഞു. അത് വളരെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും അനുഗ്രഹവുമാണ്. മറ്റു കുഞ്ഞുങ്ങളെ ഞങ്ങൾ അതിനു വേണ്ടി മോട്ടിവേറ്റ് ചെയ്തു. പക്ഷേ എങ്കിലും അവരും പറയുന്നുണ്ട്, അവർക്കും ഇപ്പം അവർക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു, അവർക്കത് പറയാൻ പറ്റിയില്ല എന്നെങ്കിലും അവർക്കും ഒരു പ്രചോദനമായി, അതൊരു ഇൻസ്പിറേഷനായി. അവർക്ക് തോന്നുന്നുണ്ട് അവർക്കും പഠിക്കണമായിരുന്നു, അന്ന് പറയണമായിരുന്നു എന്നൊക്കെ. അപ്പം ഞങ്ങളെ കേൾക്കുന്ന മാതാപിതാക്കളൊക്കെയും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ദൈവവചനം പഠിപ്പിക്കുക. അപ്പോൾ ദൈവം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതിലുപരിയായി ദൈവം അവർക്ക് ബുദ്ധി കൊടുത്തോളും. അതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. താങ്ക് യു ആൻറ്റി. ഒത്തിരി സന്തോഷം. പേരൻസിൽ നിന്ന് നമുക്ക് ആദ്യമായി കേൾക്കാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ ദൈവവചനം പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്പിരിച്വലി ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 പില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളാണ്. അവരാണ് തീർച്ചയായിട്ടും ഒരു സൺഡേ സ്കൂളിൽ അധ്യാപകരെക്കാൾ കൂടുതൽ അവരെ വചനം പഠിപ്പിക്കാൻ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് മാതാപിതാക്കൾക്കാണ്. തീർച്ചയായിട്ടും അവിടെ പരാജയപ്പെടുമ്പോഴാണ് ദൈവവചനം പഠിക്കാൻ കുഞ്ഞുങ്ങൾ പുറകോട്ട് പോകുന്നത്. തുടർന്ന് നമ്മൾ നമ്മുടെ പ്രിയ ഐറിൻ മോളെ പരിചയപ്പെടുകയാണ്. ഒത്തിരി സന്തോഷം ഐറിൻ മോളെ കാണാൻ കഴിഞ്ഞതിൽ. ഐറിൻ മോളെ വളരെ മിടുക്കിയാണ്. ഒത്തിരി കഴിവുകൾ ഐറിൻ മോൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. പ്രിയ നമ്മൾ ഐറിൻ മോളുടെ സിസ്റ്റർ പ്രിയ അയോണയുണ്ട്. അയോണയും മിടുക്കിയാണ്. പ്രിയ ഇവാനയും മിടുക്കിയാണ്. അവർ 2 പേരോട് നമ്മൾ സംസാരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ദൈവേഡ് പ്രൊജക്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ പോകുന്ന ഒരാളാണെന്ന് തോന്നുന്നു ഐറിൻ. എനിവേ നമുക്ക് അത് തുടർന്ന ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ദൈവേഡ് പ്രൊജക്റ്റിലൂടെ 150-ലധികം വാക്യങ്ങൾ, അതും 18 മിനിറ്റ് 52 സെക്കൻഡ് കൊണ്ട് പ്രിയ ഐറിൻ മോള് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഐറിൻ മോൾ 9ാം ക്ലാസ്സിലോട്ട് ഇനി പഠിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ദൈവം പഠിക്കാൻ നല്ല ആയുസ്സും ആരോഗ്യവും നൽകി ഒത്തിരി കഴിവുകൾ നൽകിയിട്ടുണ്ട്. നന്നായിട്ട് പാട്ട് പാടും. അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ്, കീബോർഡ് വായിക്കത്തില്ലേ, കീബോർഡ് വായിക്കും. അതോടൊപ്പം തന്നെ നന്നായിട്ട് പടം വരയ്ക്കുന്ന മോളാണ് പ്രിയ ഐറിൻ മോള്. അതോടൊപ്പം തന്നെ ഇന്ന് സൺഡേ സ്കൂൾ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷനുള്ള ആളാണ് ഐറിൻ. കാരണം ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് എക്സാമിൽ സെക്കൻഡ് പ്രൈസ് നേടിയ ആളാണ് ഐറിൻ മോള്. അങ്ങനെ ദൈവവചനം പഠിക്കുന്നത് കൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഐറിൻ മോൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഐറിൻ മോളെ നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഐറിൻ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട് ഒത്തിരി വാക്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ വാക്യങ്ങൾ പഠിക്കാൻ കൂടുതൽ മോളെ ഉത്സാഹിപ്പിച്ചത് മോളുടെ പേരൻസ് ആണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഡെയിലി എങ്ങനെയായിരുന്നു വാക്യം പഠിച്ചുകൊണ്ടിരുന്നത്? എത്ര വാക്യം വെച്ച് പഠിക്കുമായിരുന്നു? അപ്പോൾ ഇത് എങ്ങനെ ഓർമ്മയിൽ നിർത്താൻ പറ്റി? അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമോ മോള്? ഈ തൈവേർഡ് മെമ്മറിവേഴ്സ് പ്രോഗ്രാം കണ്ടപ്പം മുതലേ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അന്നന്ന് അയക്കുന്ന വാക്യങ്ങൾ ഞങ്ങളൊരു ബുക്കിൽ എഴുതിയെടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതിയെടുത്തായിരുന്നു
ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം 10 വാക്യം കഴിയുവാണെങ്കിൽ ആദ്യം തൊട്ട് 10 വാക്യം വരെ അങ്ങനെയായിരുന്നു പഠിച്ച് പോകുന്നത്. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് പഠിക്കുവാനൊക്കെ. ഇതെൻ്റെ ബുദ്ധിയും കൊണ്ടൊന്നും അല്ല ഞാൻ ഇത്രയും പഠിച്ചത്. കാരണം യേശുപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഇത്രയും എനിക്ക് നല്ലപോലെ എനിക്ക് 150 വാക്യവും പഠിക്കുവാനൊക്കെ സാധിച്ചത്. അതിലെന്നെ ഉത്സാഹിപ്പിച്ചത് എൻ്റെ പപ്പയും മമ്മിയുമാണ്, എനിക്ക് കോൺഫിഡൻസ് നൽകിയതൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ 150 വാക്യവും എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അത് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തിയത്. നമ്മൾ 150 വാക്യം പഠിച്ചല്ലോ. അവനത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു 5 വാക്യം ഇതായിരിക്കും. പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു 5 വാക്യം നമ്മുടെ കൂട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടി പെട്ടെന്ന് പറയാൻ പറ്റുന്ന ദൈവവഴി പഠിച്ച വാക്യങ്ങൾ 5 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. 5 എണ്ണം. Deuteronomy 6 verses 5. You shall love the Lord your God with all your heart and with all your soul and with all your might. Galatians 6 verses 7. Do not be deceived. God cannot be mocked. A man reaps what he sows. Psalms 1 verses 6. The Lord knows the way of the righteous, but the way of the wicked will perish. Numbers 6 verses 24 to 26. The Lord bless you and keep you. The Lord make his face stand upon you and be gracious to you. The Lord turns his face towards you and give you peace. Isaiah 41 verses 10. So do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you and help you. I will uphold you with my righteous right hand. താങ്ക് യു ഏരിൻ. ഒത്തിരി സന്തോഷമുണ്ട് ആ വാക്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ. കാരണം വളരെ വ്യക്തമായിട്ടാണ് ഒന്ന് പറയുന്നത്. 2 ഇടയ്ക്കൊരു ചെറിയ ബ്രേക്ക് പോലും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അത് റെഫറൻസ് ഓർത്തെടുത്ത് വാക്യങ്ങളിലെ ഓരോ വാക്കുകളും തെറ്റാതെ അത് പറയാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലാണ് പ്രിയ ഐറിൻ വാക്യങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതിലൊത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഐറിൻ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഐറിൻ മോൾക്ക് ദൈവം പ്രത്യേകമായ ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഓർമ്മിച്ചതുപോലെ പാട്ട് പാടാനും ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാനും. ഇപ്പോൾ കീബോർഡൊക്കെ പഠിച്ചത് എങ്ങനെ? കീബോർഡ് പഠിച്ചേ? ഞാൻ തന്നെ ഈ ട്യൂൺ അടിച്ചിങ്ങനെ ഓരോരോ പാട്ടിൻ്റെ ട്യൂണുകൾ ഇങ്ങനെ കീസിൽ അടിച്ചടിച്ച് അങ്ങനെ പഠിച്ചതാണ്. തന്നെ കീബോർഡ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ മലയാളി ബെന്തക്കോസ്റ്റ് ചർച്ചകളിൽ സ്ഥിരമായി പാടുന്നൊരു പാട്ടാണ് നിത്യസ്നേഹത്താൽ. പാസ്റ്റർ ശൗമേൽ വിൽസൺ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഗാനമാണ്. നമ്മുടെ ആരാധനകളിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു പാട്ടാണ്. അത് നമ്മൾ ഹിന്ദിയിലൊക്കെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഐറിൻ മോള് നമ്മളാരും കേൾക്കാത്ത പല ഭാഷകളിൽ ഈ പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞേ? ഇതിൻ്റെ 7 ലാംഗ്വേജ് എനിക്കറിയാം. ഈ 4 ലാംഗ്വേജും എനിക്കറിയാവുന്നതുമായിരുന്നു. യൂട്യൂബിൽ നോക്കി പഠിക്കുന്നത്. ഏതൊക്കെയാണ് 7 ലാംഗ്വേജ്? ഏതൊക്കെയാണ്? തെലുങ്കു, തമിഴും, മലയാളവും പിന്നെ ഇംഗ്ലീഷും. ഈ 4 ലാംഗ്വേജുമാണ് യൂട്യൂബിൽ നോക്കി പഠിച്ചത്. ബാക്കിയുള്ളത് ചൈനീസും സ്പാനിഷും ഹിന്ദിയും. ഇത് 3 ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗൂഗിളിൽ ചെന്ന് ഈ പാട്ടിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ 3 ലാംഗ്വേജിലും ഈ പാട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഹിന്ദി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി എവിടെ ഞാൻ പാടി കേട്ടതായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ ഹിന്ദി കേട്ടാൽ എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നു. എനിവേ, അപ്പോൾ നമുക്ക് ഐറിൻ മോക്ക് ദൈവം പ്രത്യേകമായ ഒരു കഴിവ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ പാട്ടുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ അത് കഴിയുന്നുണ്ട്. അപ്പം നമ്മളാരും കേൾക്കാത്ത ലാംഗ്വേജ് നമുക്കൊന്ന് കേട്ടാലോ? ഒന്ന് കേട്ട് നോക്കാം അല്ലേ? അപ്പം ഏത് ലാംഗ്വേജാണ്? എനിക്ക് തോന്നുന്നു ചൈനീസും സ്പാനിഷും. അതെനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഈ പ്രോഗ്രാം പാട്ട് എഴുതിയ പ്രിയ പാസ്റ്റർ ശൗമേൽ വിൽസൺ ഒരുപക്ഷെ ഈ പ്രോഗ്രാം കാണുമായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു എപ്പിസോഡ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് എഴുതിയ അനുഭവങ്ങൾ ഭയങ്കര അനുഭവങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതൊരു മോട്ടിവേഷൻ ആവും. അതുകൂടാതെ ചൈനീസിൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ പാട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഐറിൻ മോക്ക് ആ പാട്ടിൻ്റെ ചില വരികൾ പാടാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നു. ഐറിൻ മോൾ. ഞാൻ ആദ്യം പാടുന്നത് ചൈനീസാണ്, പിന്നെ സ്പാനിഷ് പാടാം. Cheshwo vevo fujute dovo Jesus me amma kona moreterno Jesus me amma kona moreterno mas de lo que mi madre nunca me amé más de lo que el mundo dio por mí. നമുക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് അത് മനസ്സിലായില്ല. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയ ഐറിൻ മോളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എനിക്കൊന്ന് നന്നായിട്ട് പടം വരയ്ക്കും അല്ലേ? നന്നായിട്ട്
പടം വരയ്ക്കും. അങ്ങനെ ഒത്തിരി കഴിവുകൾ പ്രിയ ഐറിൻ മോൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഐറിൻ മോൾക്ക് ഇങ്ങനെ കഴിവുകൾ ലഭിച്ചതും ഈ കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതും. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടല്ലേ. ഒരുപക്ഷെ അവർ തിരിച്ചറിയാതെ പോകുന്നു, അല്ലെങ്കിൽ പേരൻസ് അത് കണ്ടെത്തി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഈ 2 പേരൻസിനും, പ്രത്യേകിച്ച് പ്രിയ ബിനു ബ്രദർ, പ്രിയ ജെസ്സി സിസ്റ്റർ, ഇവർക്ക് 2 പേർക്കും ഞങ്ങൾ നല്ലൊരു ഗൈഡ് നൽകുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോടെ കഴിവുകൾ കണ്ടെത്താൻ അവരെ ഹെൽപ്പ് ചെയ്തു. ഒന്ന് അതിനപ്പുറമായിട്ട് അതിനും മുമ്പിലായിട്ട് ദൈവവചനത്തിൽ അവരെ വളർത്തുവാൻ, ദൈവവചന കൽപ്പന പ്രകാരം അവരെ വളർത്തുവാനും ദൈവവചനം പഠിപ്പിക്കുവാനും നിങ്ങൾ കൊടുത്ത ഒരു പ്രോത്സാഹനം. ആൻറ്റി പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചു. അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റിയുടെ മാതാപിതാക്കൾ അതുപോലെ ആൻറ്റിയെ ട്രെയിൻ ചെയ്തു. അതുകൊണ്ടാണ് ഇന്നും ഈ വിശ്വാസത്തിൽ നിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 പേർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകുകയാണ്. നമ്മൾ തുറന്നുള്ള ചോദ്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇയോണയും ഇമാനെയും ഒന്ന് പരിചയപ്പെടാം. അവർ 2 പേരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരോട് ജസ്റ്റ് അവരുടെ പേരൊന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ഇയോണ മോളിലേക്ക് പോകുന്നു. എൻ്റെ പേര് അയോണ മെറിയ ബിനു എന്നാണ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് ഐറിന് ഇത് പഠിക്കാൻ തോന്നിയപ്പോൾ എനിക്കും ഇത് കണ്ടിട്ട് എനിക്കും പഠിക്കണമെന്നുണ്ട്. അപ്പം അടുത്ത സെക്ഷൻ 2 വരുമ്പം ഞാനും ഇതുപോലെ 150 വാക്യം പഠിച്ചിട്ട് ഇവിടെ വരും. തീർച്ചയായിട്ടും. അപ്പം അടുത്ത മോളെ ഇൻ്റർവ്യൂവിനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കട്ടെ. ഇവാന മോളിലേക്ക് പോകുന്നു. ഇവാന മോള് ഇവിടുത്തെ ഈ ഫാമിലിയിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള മോളാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇവാന മോളെ പരിചയപ്പെടുത്തിക്കോ. പേരെന്നാണ്? ഇവാന മെറിയ ബിനു, സ്റ്റാൻഡേർഡ് 3. ഐറിൻ ചേച്ചിയെ കുറിച്ച് എന്നാ പറയാനുള്ളത്? ഐറിൻ ചേച്ചി പഠിച്ചപ്പോൾ എനിക്കും പഠിക്കാൻ തോന്നി. ഐറിൻ ചേച്ചിയോട് കൂടെ എനിക്കും പറയാൻ തോന്നി. ഓക്കെ, കണ്ടോ. അപ്പോൾ നമ്മുടെ ഐറിൻ മോള് പഠിക്കുന്ന കണ്ടിട്ട് 2 പേർക്ക്, അവർക്ക് 2 പേർക്കും അത് പഠിക്കണമെന്ന് ഒത്തിരി താല്പര്യം തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പ്രോഗ്രാം ദൈവേഡ് എന്ന ഈ പ്രൊജക്റ്റ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഒത്തിരി ആളുകളൊന്നും ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലെ ഐറിൻ മോളെ പോലെ ഓരോ കുഞ്ഞുങ്ങളിങ്ങനെ വാക്യം പഠിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടിട്ട് ഒത്തിരി ആളുകളാണ് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അടുത്തൊരു സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് ഒത്തിരി ആളുകളാണ് വീണ്ടും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പേരൻസും വിളിച്ച് പറയാറുണ്ട്, ഈ വചനം പഠിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും ആർക്ക് വേണമെങ്കിലും പറയാം. ഇപ്പം ഇവർ 3 പേരും ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റുള്ള നിങ്ങൾ സൗദിയിലൊക്കെ ജീവിച്ച ആളുകളാണ്. അപ്പം നമുക്ക് സൗദിയിൽ എന്ന് പറയുമ്പോൾ ആദ്യം അച്ഛൻ പറഞ്ഞ പോലെ ഒത്തിരിയേറെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അപ്പം അവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അവരിൽ നിന്ന് ഇവർ ദൈവവചനം പഠിക്കുമ്പോൾ ഇവർക്കുണ്ടായ വ്യത്യസ്തമായ എക്സ്പീരിയൻസ് എന്താണ്? തീർച്ചയായും ഈ ഒരു സംരംഭം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എല്ലാ മാതാപിതാക്കളോടും പറയേണ്ടത്, അടുത്ത സെഷനിൽ നിങ്ങളുടെ തലമുറ വിടണം. കാര്യം വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. വചനം പഠിക്കുക എന്നത് വളരെ അനുഗ്രഹമാണ്. നിങ്ങൾ പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ ഡോക്ടറാക്കി എന്നിരിക്കും, എഞ്ചിനീയർ ആക്കാനായിരിക്കും, അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഫസ്റ്റ് അടിസ്ഥാനം എന്ന് പറയുന്നത് വചനമാണ്. ഇത് വലിയൊരു ഞാൻ അപ്രീഷിയേറ്റ്, ഞാൻ അനിൽ സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാര്യം ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സാഹചര്യം ഇല്ല. അവർക്ക് 150 വാക്യങ്ങൾ പഠിക്കുവാനും അത് പറയുവാനൊരു വേദിയും, അതൊരു അപ്രീഷിയേഷൻ. ഞങ്ങളിന്നിപ്പം വന്നിരിക്കുന്നത് ഐറിനുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ആ വചനം പഠിച്ചതുകൊണ്ട് അവരുടെ ജീവിതകാലം വരെ, അവരുടെ അവസാനം വരെയും അവരെ ദൈവം വഴി നടത്തി. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിക്കും. ഞങ്ങളിത് പഠിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ എബ്രഹാം മാത്യു പാസ്റ്റർ, അദ്ദേഹം സഭയിലുള്ള എല്ലാവരോടും പറഞ്ഞു, നിങ്ങളും പഠിക്കണം. പക്ഷെ അന്നൊന്നും ആരും അത്ര വലിയ കാര്യമാക്കിയില്ല. ഇന്ന് പക്ഷേ അവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ പറഞ്ഞ് അവരോട് പറയുക, അടുത്ത സെഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. കാര്യം നമ്മളെ ഈ തലമുറ വല്ലാത്തൊരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ സ്കൂൾ പഠനം കഴിഞ്ഞ് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ കുഞ്ഞുങ്ങൾ അടിമയാകുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ നടത്തുന്ന എക്സൽ മീഡിയ കാണിക്കുന്ന, അല്ലെ എക്സൽ ഗ്രൂപ്പ് കാണിക്കുന്ന വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയ അനുഗ്രഹമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും നിങ്ങളുടെ മക്കളെ നിങ്ങളാണ് ആദ്യം മുൻതൂക്കം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്, ഇത് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ അത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ അത് പഠിച്ചെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. എൻ്റെ 3 കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് അയോണ 100 വാക്യങ്ങൾ പഠിച്ചു, യുവാന 50 വാക്യങ്ങൾ പഠിച്ചു. അവർക്കിവിടെ വന്നിരുന്നപ്പോൾ അവർക്ക് എന്നോട് പറഞ്ഞു, ഞങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായിരുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ഈ ഒരു വാക്യം പഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം.
ഈ ദൈവേഡ് എന്നുള്ള പ്രോഗ്രാം, കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കാൻ വേണ്ടി. ഇപ്പം എനിക്കൊരു കുഞ്ഞു മോളുണ്ട്. ഇപ്പം നമുക്കറിയാം, നമുക്ക് അവരെ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മളവരെ പഠിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പഠിക്കാൻ ചിലപ്പം പഠിക്കും, ചിലപ്പം പഠിക്കാതിരിക്കാം. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്ക് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി വചനം പഠിക്കുകയാണ്. അപ്പം നമ്മൾ മറ്റുള്ള അല്ലെങ്കിൽ സെക്യുലർ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, പല കോഴ്സുകൾ നമ്മൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, പല എൻട്രൻസ് ആൻഡ് എക്സാമിനുള്ള കോച്ചിങ് കൊടുക്കുന്നു. പക്ഷേ ദൈവവചനം പഠിക്കാൻ വേണ്ടി നമ്മൾ ആകെ കൊടുക്കുന്നത് ഞായറാഴ്ച ദിവസമുള്ള 1/2 മണിക്കൂർ മാത്രമാണ് ദൈവവചനം പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഈ 3 കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പം ആൻറ്റിയോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ സൺഡേ സ്കൂളിനപ്പുറമായി വീട്ടിൽ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഇപ്പം ഇവർ ഈ ഒരു പ്രൊജക്റ്റിലൂടെ വാക്യം പഠിക്കുന്നു. അതുകൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയാകാം, എന്തൊക്കെ കാര്യങ്ങളാണ് വചനം പഠിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ചെയ്തു കൊടുക്കുന്നത്? ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലിരിക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് ബൈബിളിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഒരു സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുത്താൽ നമ്മൾ എങ്ങനെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യണം, ഒരു പ്രസംഗത്തിൽ ഒരു സബ്ജക്റ്റ്, ഒരു സ്നേഹമായിക്കോട്ടെ, ഒരു സന്തോഷമെന്ന് പറയുന്നൊരു വാക്കായിക്കോട്ടെ, അതിനെപ്പറ്റി നമ്മളതപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇന്നതുപോലെ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഏത് രീതിയിൽ അവരോട് സഹകരിക്കണം, ഒരാളൊരു വിഷമത്തിലിരുന്നാൽ അവർക്ക് എങ്ങനെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്കങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർ അത് കേൾക്കും, ആ രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു. അത് ഞങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്, സന്തോഷമാണ്. സ്കൂളിൽ പോകുമ്പോഴും അവർ മിക്ക ദിവസങ്ങളിലും ബൈബിളൊക്കെ കൊണ്ടുപോകും, സ്കൂളിൽ എന്നും കൊണ്ടുപോകാറുണ്ട്. ബൈബിള് ഞങ്ങൾ പറയും, സ്കൂളിൽ പോകുമ്പോൾ ആദ്യം സ്കൂളിൽ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ബൈബിൾ എടുത്തു വെച്ചൊരു വാക്യം വായിക്കുക. അത് നമുക്ക് ഒരു അനുഗ്രഹമാണ്. അപ്പം കുഞ്ഞുങ്ങളത് പറഞ്ഞതിന് ശേഷം തൊട്ട് അവരത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു വളരെ അനുഗ്രഹമാണ് ഈ കാലഘട്ടത്തിൽ. ഒരു രസകരമായൊരു സംഭവം പറയാനുള്ളത്, ഇവർ സ്കൂൾ ഡേയിൽ വന്നപ്പോൾ ഇവർക്കെല്ലാം മറ്റുള്ള കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കുന്നു. ഞങ്ങൾ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കത്തില്ല, കാര്യം മേക്കപ്പൊക്കെ ചെയ്തോളാം. അപ്പം അയറിനോട് പറഞ്ഞു, മോളൊരു പാട്ട് പാടണം. ഞാൻ പറഞ്ഞു, ഒരു നല്ല ക്രിസ്ത്യ പാട്ട് പാടണം. അപ്പോൾ അവൾ ചെന്ന് പറഞ്ഞു, ഈ ലാംഗ്വേജിലുള്ള പാട്ടുകൾ പാടാമെന്ന് പറഞ്ഞപ്പം അവിടുത്തെ ടീച്ചർ പറഞ്ഞു, അങ്ങനെ ഒരു ക്രിസ്ത്യൻ പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഗ്രാമില്ല. അവൾ പിന്നെ പ്രിൻസിപ്പാളിനെ ആരെ കണ്ട് പാടാൻ സമ്മതിച്ചു. ഞാൻ അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഈ പാട്ട് പാടുന്ന കൂട്ടത്തിൽ വേറെ ഒരു പാട്ട് കൂടെ മോൾ മലയാളത്തിലൂടെ പാടണമെന്ന് പറഞ്ഞു. അത് അവരോട് പറയരുത്. വേദിയിൽ പോയി, ഞങ്ങളെല്ലാം വേദിയിൽ ഇരിപ്പുണ്ട്. മോൾ ആ പാട്ട് ഈ 7 ലാംഗ്വേജ് പാടിയതിന് ശേഷം, ഏത് പാട്ടാണ് മോളെ പാടിയത്? ദിനവും യേശുവിൻ്റെ കൂടെ. ആ പാട്ട് അവൾ പാടി, ആ പാട്ട് മൊത്തം പാടി കഴിഞ്ഞപ്പോൾ ഒരു ആത്മീയ അന്തരീക്ഷം വരും. പലരും ഇത് കേട്ട് ആസ്വദിച്ച് കരങ്ങളടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ഞാൻ കുഞ്ഞുങ്ങളോട് പറയാൻ, ഇവർ ശനിയാഴ്ച ദിവസം മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഉള്ളി സൺഡേ സ്കൂൾ എന്ത് പഠിക്കണം. ശനിയാഴ്ച വൈകിട്ടെന്ന് പറയുന്ന ഞങ്ങളുടെ ഭവനത്തിൽ സൺഡേ സ്കൂളിൻ്റെ പഠിച്ചത് അത് മാത്രമല്ല, ഞാൻ സൺഡേ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സിനോട് ചോദിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് വാക്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ അവർ പണിഷ്മെൻറ്റ് ചെയ്യണമെന്ന് പറയും. കാരണം ഞാൻ എൻ്റെ സൺഡേ സ്കൂൾ പന്തളം സഭയാണ്, പന്തളം ചർച്ചക്കോടിലാണ്. ഞാൻ ചെല്ലുമ്പോഴേ ഹെഡ്മിസ്ട്രസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊന്നും തിരക്കുന്നില്ല. ഏത് കാര്യം ദൈവിക കാര്യങ്ങൾക്ക് വിടുമ്പോൾ അവരത് ചെയ്യുന്നുണ്ടോ, അത് പ്രോപ്പർ വേയിലാണോ അവർ കടന്നു പോകുന്നതെന്ന് നോക്കുവാൻ നമുക്ക് സാധിക്കണം. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ നോക്കും, അവരാരാധിക്കുന്നത് ശരിയാണോ, അവർ കൈയടിക്കുന്നുണ്ടോ, മുട്ടുമേലിരിക്കുന്നുണ്ടോ. കാര്യം ഇതെൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ അമ്മാച്ചന്മാരൊക്കെ അവരിരുന്ന് മുട്ടുമേലിരുന്ന് ആരാധിക്കുന്ന കണ്ടിട്ടുണ്ട്. അവർക്ക് സാമ്പത്തികമായി ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർ കരയുന്നു. പലപ്പോഴും എന്നെ മോട്ടിവേഷൻ ചെയ്ത് ഇതാണ്, ഇവരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്. പക്ഷേ ആ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കും തോന്നി, ഞാൻ ചർച്ചിൽ ചെന്നാൽ മുട്ടുമേലേ ഇരിക്കൂ. എൻ്റെ വൈഫായാലും എൻ്റെ പിള്ളേരായാലും എത്ര നാൾ ഇരിക്കുവാൻ കഴിയുന്നു, ദൈവത്തെ സ്തുതിക്കുവാൻ, മുട്ടുമേലിരുന്ന് ദൈവത്തെ ആരാധിക്കുക. അത് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിക്കാറുണ്ട്. അവരത് ഫോളോ ചെയ്യുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. അത് അനുഗ്രഹമാണ്. 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ അനുഭവം ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്ത കാര്യം, ഒന്ന്, നമ്മുടെ ഇവിടെ നമ്മൾ കേൾക്കാത്തതും കാണാത്തതുമായ കാര്യങ്ങൾ, 2 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത്. ഒന്ന്, സ്കൂളിൽ ചെന്ന് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ബൈബിൾ എടുത്ത് വാക്യം വായിക്കുന്നു. അത് ഒരുപക്ഷെ ഇതൊരു നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു മോട്ടിവേഷനായി മാറട്ടെ. ആദ്യം ദൈവവചനത്തിന് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി, സ്കൂളിൽ ബൈബിൾ കൊടുത്തുവിട്ട് അവരുടെ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവവചനം വായിക്കാൻ പറയുന്നു. 2, ശനിയാഴ്ച ദിവസം അവർക്ക് ദൈവവചനം പഠിക്കാനും പേരൻസിനോടൊപ്പം സംസാരിക്കാനും സൺഡേ സ്കൂളിലെ കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ദിവസമായിട്ട് സാറ്റർഡേ മാറുന്നു. അതൊത്തിരി സന്തോഷം നൽകുന്ന കാര്യം. കാരണം നമ്മുടെ
പല ചർച്ചകളിലും നമ്മൾ അല്ലെങ്കിൽ പല വീടുകളിലും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞായറാഴ്ച രാവിലെയാണ് സൺഡേ സ്കൂളിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ചർച്ചിൽ ചെല്ലുമ്പോഴായിരിക്കും ചില പേരൻസ് വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന വാക്യം പറയണമെന്നുള്ളത്. പക്ഷേ ഇവർ രണ്ടുപേരും പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ദൈവവചനം വായിക്കുന്ന കാര്യത്തിൽ സ്കൂളിൽ ബൈബിൾ കൊടുത്തു കൊടുക്കുന്ന ദൈവവചനം അവരുടെ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവവചനം വായിച്ചിട്ട് അവരുടെ പഠനം ആരംഭിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഭയങ്കര ബ്ലെസ്സിങ് കാണും. അതിനകത്ത് ദൈവം ഇവരെ അനുഗ്രഹിക്കും. കാരണം ദൈവവചനത്തെ കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ മാനിക്കും. 2 ശനിയാഴ്ച ദിവസങ്ങൾ ദൈവവചനം പഠിക്കാൻ വേണ്ടി അവർ മാറ്റിവെക്കുകയാണ്. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 2 കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഫാമിലിയിൽ നിന്ന് നമുക്കത് കേൾക്കാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഇത് കാണുന്ന എല്ലാ വീടുകളിലും ഇത് സംഭവിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ഐറിൻ മോളിലേക്ക് വീണ്ടും ചെല്ലുകയാണ്. ഐറിൻ മോളിൽ നിന്ന് ചില സമയം നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവവചനം പഠിക്കുന്നതിൽ അവരുടെ ഭവനങ്ങളിൽ കൊടുക്കുന്ന ആ ട്രെയിനിങ് ഭയങ്കരമാണ്. ആ പേരൻസിൽ നിന്ന് നമ്മൾ 2 പേരിൽ നിന്നും നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സ്പിരിച്വൽ ലൈഫിൽ ഭയങ്കര ഒരു പ്രയോറിറ്റി അവർ നൽകുന്നുണ്ട്. ചർച്ചകളിൽ ദൈവത്തെ ആരാധിക്കാനൊക്കെ ദൈവം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഐറിൻ മോളുടെ ഫ്യൂച്ചർ എന്തായിത്തീരണമെന്നാണ് മോൾ ആഗ്രഹിക്കുന്നത്? ഞാനൊരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ ആകുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സുവിശേഷ വേല ചെയ്യുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ 150 വാക്യം എൻ്റെ ജീവിതകാലം മൊത്തം എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു കാര്യം മോളോട് ചോദിക്കാനുള്ളത്, പപ്പായെയും മമ്മിയെയും ഞങ്ങൾ പരിചയപ്പെട്ടു, ഒരൊത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോള് ലോകത്തിലേക്കൊന്ന് നോക്കുക. ലോകത്തിലേക്ക് നോക്കുമ്പോൾ മോളെ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് കാണും. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ കൂട്ടുകാരുണ്ട്. അപ്പം തീർച്ചയായിട്ടും മോൾ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിച്ചാണ്. 2ാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് അവർ നിങ്ങൾക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് പ്രത്യേകിച്ച് സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ട്രെയിനിങ്, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഓരോ ദിവസവും. പ്രിയ മമ്മി ഇപ്പം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ ദിനവും ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുക. അപ്പം സമൂഹത്തിൽ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരോടും ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ കൂട്ടുകാരോടൊക്കെ മോക്ക് പറയാനുള്ളത് എന്താണ്? മാതാപിതാക്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയ, അതിൽ തന്നെ ഫോണ്, ഈ പഠിത്തത്തിലൊക്കെ ഉപരി നമ്മൾ ദൈവവചനം പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്നെ ദൈവം അത്ര അനുഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരോ ജീവിതത്തിലും ഇതിനേക്കാൾ ഉപരി നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കും. ഇത് ഈ ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള യാത്രയിൽ അത് നിങ്ങളുടെ ഏവരുടെ ജീവിതത്തിൽ അതൊരു വിജയമായിരിക്കും. അത് മാത്രമല്ല, ഞാൻ ഫോൺ യൂസ് ചെയ്തെന്നല്ല പറഞ്ഞേക്കുന്നത്, പക്ഷേ എന്നാലും ദൈവവചനം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത്രത്തോളം നമ്മളിവിടെ നിൽക്കണമെങ്കിൽ യേശു എൻ്റെ കൂടെ ഉള്ളതും കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ഇവിടെ നിന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് കടന്നു വരുവാൻ സാധിച്ചതും 250 വാക്യം എനിക്ക് പറയുവാൻ സാധിച്ചതും. ദൈവം മോളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളെ കുടുംബമായി കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് പ്രിയ നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്താണ്? ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയകൾക്ക്, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയുടെ പുറകെ ഓടുന്ന ഒരു ജനറേഷനാണ്. ടെക്നോളജിയാണ് അവരെ നയിക്കുന്നത്. ഈ വർഷം എക്സൽ VBSൻ്റെ ഈ വർഷത്തെ തീം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI എന്നുള്ള തീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ഓതൻറ്റിക് ഇൻ്റലിജൻസ് എന്നുള്ളത്, അതായത് നിർമ്മിത ബുദ്ധിക്ക് അപ്പുറമായിട്ട് നിർമ്മല ബുദ്ധി. ദൈവം നമുക്ക് നൽകുന്ന നിർമ്മല ബുദ്ധിയാണ് നമ്മളെ ഓരോ ദിനവും നയിക്കേണ്ടത്. നിർമ്മിത ബുദ്ധിക്ക് നമ്മളെ നയിക്കാൻ കഴിയുന്ന ഒരു പരിധിക്ക് അപ്പുറമായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം നൽകുന്ന ജ്ഞാനത്തിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ടെക്നോളജിക്കെല്ലാം ഒരു ലിമിറ്റുണ്ട്, അതിനപ്പുറമായിട്ട് പോകാൻ കഴിയുന്നത്. അപ്പം ഇന്നത്തെ തലമുറ ആ ടെക്നോളജിയിലാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ മുഖാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദൈവവചനം പഠിക്കാനുള്ള അവസരം ലഭിച്ചുകൊണ്ടാണ് ഈ ഒരു വേദിയിൽ തന്നെ വരാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛന് അവസാനമായി നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആളുകളോട് അതിനപ്പുറമായിട്ട് നമ്മുടെ ഈ സമൂഹത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള അവസരമാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്താണ്, എങ്ങനെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം,
എങ്ങനെ അവരെ കർത്താവിലേക്ക് കൂടുതൽ നമുക്ക് അടുപ്പിക്കാൻ കഴിയും? 1-2 വാക്കുകൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള അവസരമാണ്. സോഷ്യൽ മീഡിയ ഒക്കെ നല്ലതാണ്, ഏറ്റവും നല്ലതാണ് സോഷ്യൽ മീഡിയ. നമുക്ക് ടെക്നോളജി പഠിക്കുന്നത് നല്ല, പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള കഴിവ് ഇത് നഷ്ടപ്പെടുത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ്, നിങ്ങൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ പല കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ ചിന്താ മണ്ഡലങ്ങളെ ഒരു പൈശാചിക ശക്തി എന്ന പോലെ ഈ സോഷ്യൽ മീഡിയ മൂടുകയാണ്. അതുകൊണ്ട് തന്നെ പിള്ളേരെ ഇന്ന് വചനം പഠിക്കുന്നതിനെക്കാട്ടിലും ഇതിലൊക്കെ ഇരിക്കുന്നതിനാണ്. പക്ഷേ മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുന്നതിന് നാം മുൻതൂക്കം കൊടുത്താൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എക്സൽ ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഡൈവേർഡ് 2ാം സെഷനിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വിടണം. അതുമാത്രമല്ല, അതിന് ചേർക്കുക മാത്രമല്ല, കുഞ്ഞുങ്ങൾ വാക്യം പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും അവരെ കൊണ്ട് വാക്യം പറയിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായും ഞാൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, അവർ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവവചനം പഠിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇന്നു മുതൽ പണിയണം, അവരെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം. ദൈവവചനത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രയോറിറ്റി നൽകുമെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 37:23 ഇങ്ങനൊരു വാക്യമുണ്ട്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കും. തീർച്ചയായിട്ടും 3 കുഞ്ഞുങ്ങളെയാണ് ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. ദൈവത്തിന് പ്രസാദം തോന്നുന്ന ഒരു ലൈഫാണ് അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ദൈവം അവരുടെ ഗമനത്തെ അനുഗ്രഹിക്കും. ഇന്നത്തെ എക്സൽ മീഡിയയുടെ ഈ ഫേസ് ടു ഫേസ് എന്ന എപ്പിസോഡിൽ കടന്നു വന്ന പ്രിയ ബിനിച്ചാനോടും പ്രിയ ആൻറ്റിയോടും പ്രിയ ഐറിൻ മോളോടും പ്രിയ ഇയോണ മോളോടും പ്രിയ ഇവാന മോളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കുടുംബമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എക്സൽ ബെനിസിസിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതുവരെ ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും ഒറ്റ വാക്കി നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.